അരുണ ഇങ്ങനെ ഗോവർദ്ധനഗിരി കൈയിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി? ഗോപകുമാരൻ വരുമോ തോഴി? കാളിയ മർദ്ദന നർത്തനമാടിയ കമനീയ വരുമോ തോഴി? ഗോവർദ്ധനഗിരി കൈയിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി? ചിന്താമലരുകൾ മുള്ളുകളാ മോൾക്ക് എന്താ പറ്റിയത്? എന്താണ് പാടാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഒച്ച പോയി. ഒച്ച പോയി. പ്രാക്ടീസ് ചെയ്തു പോയതാണോ? അല്ലല്ല പ്രാക്ടീസ് അങ്ങനെ അലർജി പിടിച്ചു. ലാരിഞ്ചൈറ്റിസ് വന്നോ? ലാരിഞ്ചൈറ്റിസ് വന്നാൽ തുറക്കാൻ 2-3 ദിവസം എടുക്കും. വോക്കൽ കോഡിൽ നീര് വീണതാണ് ലാരിഞ്ചൈറ്റിസ്. എല്ലാ പാട്ടുകാർക്കും വോയിസ് ഉപയോഗിക്കുന്നവർക്കും വരുന്നൊരു സംഭവമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ നേരം പാടും തോറും വോയിസ് സ്ട്രെയിൻ ആവും, നീര് കൂടും. വോയിസ് റെസ്റ്റ് ആണ് ലാരിഞ്ചൈറ്റിസിന് വേണ്ടത്. രാവിലെ തൊട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. റിഹേഴ്സൽ സമയമൊക്കെ ഫുള്ള് പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തോ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു വന്നിട്ട് ശരിയായിട്ടില്ല. സ്റ്റിറോയിഡാ? രമ്യ, ഞാൻ ഒരു കാര്യം പറയാട്ടോ. ലാരിഞ്ചൈറ്റിസ് ഉണ്ട്, ശബ്ദം അടച്ചിട്ടുണ്ട്, പാടാൻ പറ്റുന്നില്ല. പക്ഷെ രമ്യ ഈ പാട്ട് ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്, പാടി കേൾപ്പിക്കുകയും ചെയ്തു. കണ്ടോ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ആ ശബ്ദം വെച്ചിട്ട് യു ആർ ട്രൈങ് ദ സോങ്. പാടി നോക്കണോ? കുറച്ച് പാടാം. ആ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചങ്ങ് പാട്. ഓക്കെ, രമ്യ പാടുന്ന എങ്ങനെയാന്ന് നമുക്കറിയാലോ. ഒരു കാര്യം പറയാം, തൊണ്ട പോയ എല്ലാവരുടെയും ഒച്ച നെഗറ്റീവായിട്ട് ഒന്നും എടുക്കരുത്. ഇത് ജസ്റ്റ് 1 day, that's it. Correct. There is more bigger thing waiting for you. Okay, ഇന്ന് അവസാനത്തെ ദിവസമല്ല, ഇന്ന് തുടക്കമായിട്ടും കരുതരുത്. ഇന്ന് ജസ്റ്റ് ഒരു ദൈവം തന്നൊരു ചെറിയ ചാൻസാണ്. ഇതില്ലെങ്കിൽ വലിയ ചാൻസ് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് നെഗറ്റീവായിട്ട് ജസ്റ്റ് സിങ് ആൻഡ് ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഡോണ്ട് വറി. കണ്ണു അടച്ചങ്ങ് പാടുക, ഊന്നെടുത്തങ്ങ് പോട്ടെ, ആരുമില്ല. അതെ, രമ്യ നന്നായിട്ട് പാടും കേട്ടോ. ഗ്രാൻഡ് ഫിനാലെ എവിടെ വിട്ടുപോയാലും കുഴപ്പമില്ല, നിർത്തണ്ട, പാടിക്കോളൂ. ഓർക്കസ്ട്ര ഉണ്ടല്ലോ. അതെ. ഓക്കെ. അല്ല, ബുദ്ധിമുട്ട് കൂടുതൽ തോന്നിയ ഇല്ല, എന്നാലും ഒരു കാരണവശാലും പറ്റണ പോലെ പാടൂ, എടുക്കരുത്. പറ്റണ പോലെ പാടൂ. ഒരുപാട് സ്ട്രെയിൻ. സ്റ്റെറോയിഡ്സ് എടുക്കരുത്. ഒരു ചാൻസ് എടുക്കുക. പക്ഷേ വോയിസ് റെസ്റ്റ് ആണെങ്കിൽ വോയിസ് റെസ്റ്റ്. ഡോണ്ട് ടേക്ക് സ്റ്റെറോയിഡ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. തകർക്കും. രമ്യ, all the very best. All the best, Ramya. All the best. റെഡി, ടേക്ക് പോവാം. രമ്യ ഒന്നുമില്ല, ഒന്ന് പാടിയാൽ മതി. നോക്കോളൂ. ഓക്കെ, റെഡി റെഡി റെഡി. സൗണ്ട് ആക്ഷൻ, മ്യൂസിക്. ഗോവർദ്ധനഗിരി കൈയിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി?
തളർന്നു സാഗര ചുംബനമേറ്റു തളർന്നു സന്ധ്യനഭസിൽ മാഞ്ഞു കഴിഞ്ഞു നീല നിലാവിൻ നിറമാലയുമായി നീല നിലാവിൻ നിറമാലയുമായി നിർമ്മലയാമിനി വന്നു കഴിഞ്ഞു ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി ചിന്താമലരുകൾ മുള്ളുകളായി ചിന്താമലരുകൾ മുള്ളുകളായി നൊന്തുഴലുന്നു മാമകഹൃദയം പാലും വെണ്ണയും പഴകും മുമ്പേ പാലും വെണ്ണയും പഴകും മുമ്പേ പങ്കജനേത്രൻ വരുമോ തോഴി ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി കാളിയ മർദ്ദന നർത്തനമാടിയ കമനീയാങ്കൻ വരുമോ തോഴി ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി ഇതാണ് നമ്മൾ സ്റ്റേജിൽ ആ നേരം വരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടില്ല. പാട്ട് പാടാൻ നേരത്തെ വിത്ത് ഓർക്കസ്ട്ര നമ്മൾ തുടങ്ങുമ്പോൾ അറിയാണ്ട് ശബ്ദം വരും. ഇത് ഒരുപാട് പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റേജിന്റെ പവറാണ് ശരീരത്തിനുള്ളിലുള്ള അല്ല ഒരു എൻസൈംസ് കുറെ ഇതുണ്ടല്ലോ, അവരെല്ലാം നമ്മൾ പാടണം എന്നുള്ള ഒരു നമ്മളുടെ ഒരു ആർജവത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതും വന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് പാടാൻ പറ്റും. ഒട്ടും ശബ്ദമില്ലാത്ത ആൾക്കാര് പാടിയിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉണ്ട്. എനിക്ക് ഒട്ടും തുറക്കാൻ പറ്റില്ല. 3.5 മണിക്കൂർ കച്ചേരി ചെയ്തിട്ട് അത് ആ കച്ചേരിയായിരുന്നു എൻ്റെ കിട്ടിയ ഏറ്റവും വലിയ നല്ല കച്ചേരി. ഭയങ്കര പേരായിട്ട് കിട്ടിയ ഒരു കച്ചേരിയായിരുന്നു. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ പാടണം എന്നുള്ള നമ്മുടെ ഉള്ളിലെ ആ ഒരു ആർജവം ഉണ്ടല്ലോ. ഇന്നിപ്പോ ഇത് ഇത്രയും സത്യം. ഇനിയൊരു കാര്യം പറയാം. ഞാൻ രജീഷിനോടും ചോദിച്ചു, ഇനി രണ്ടാമതൊന്ന് പാടിക്കണമെന്നു. പക്ഷേ നിങ്ങളുടെ ആ ഡയറക്ടറിന്റെ മനസ്സ് ഇല്ല, പാടും ചേച്ചി, പാടട്ടെ. അദ്ദേഹത്തിനൊരു വലിയ നമസ്കാരം. ആ രജീഷ് എന്നുള്ള ഒരു വലിയ എന്താ പറയണ പുണ്യവാന്. സത്യം ഒരു ദൈവീകതയുള്ള ഒരാളാണ് നമ്മളുടെ ഈ രജീഷ്. സത്യം. പുള്ളി ഇവിടെ നിന്ന് ഇല്ല പാടും, ഇല്ല പാടുന്നു, അത് പാടും. അപ്പൊ ഞാനും ഇനി എന്ത് ചെയ്യുന്നു. പക്ഷെ പുള്ളി തരുന്ന ഒരു കോൺഫിഡൻസ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരിലും പുള്ളി ഇവരത് ചെയ്യും, ഇന്നത് ചെയ്യും. എല്ലാരെയും പഠിച്ച് ഒരു 10 പേരുടെ കാര്യം നോക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു എത്ര പേരുണ്ടോ എല്ലാവരുടെയും കാര്യം എല്ലാവരും A to Z മനസ്സിലാക്കുന്ന ഒരു പുള്ളി. ഒരു വലിയ വലിയ നാളത്തെ ഞാൻ പറയട്ടെ ഒരു വലിയ ഡയറക്ടറായിട്ട് വരട്ടെ. ഫിലിം അതല്ല രജീഷിനെ ഈ നേരത്തെ ഞാൻ ഇത് ചെയ്യുന്നു. രമ്യ വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. കാരണം ഈ തൊണ്ട വയ്യാതെ മോൾ ഇന്ന് ഈ പാടിയതാണ് ഏറ്റവും വലിയ സമ്മാനം, ഗാന സമ്മാനം. പാടാൻ പറ്റാതായി പോരുന്നുണ്ടായിരുന്നു. അതാണ് അതൊട്ടും നടന്നില്ല. നേരെ ഓപ്പോസിറ്റാ നടന്നത്. നമ്മൾ അറിയുന്നോണ്ട്. അല്ലെങ്കിൽ തൊണ്ടയിൽ ഇടയ്ക്ക് ഒരു കരകരപ്പ് ഒന്നും അല്ലാണ്ട് ആർക്കും മനസ്സിലാവില്ല. സംസാരിക്കാനും പറ്റുന്നില്ല, പക്ഷെ പാടാൻ പറ്റി. ഔസേപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. മോനെ 10ാം ക്ലാസ്സുകാരാ, വീണ പ്ലെയർ, ദക്ഷിൺ കലകി, സൂപ്പർ. ഇതിനു മുമ്പും പറയണമെന്ന് വിചാരിച്ചോട്ടോ ദക്ഷിണെ ആ നേരം മറന്നു പോവാണ്. എല്ലാ മ്യൂസീഷ്യൻസും എല്ലാത്തിനും നമ്മുടെ ബാൻഡിന് വലിയൊരു നമസ്കാരം, കയ്യടി. ഇത്ര
അത്ര രസമായിട്ട്. ശരിക്കും ഇന്നലെ റിഹേഴ്സൽ ചെയ്തപ്പം ഉം, അവരും രാധിക ചേച്ചിയും ഒക്കെയാണ് പാടിയത് ഓർക്കസ്ട്രയുടെ കൂടെ, ഞാനല്ല പാടി. ശ്വേത ചേച്ചി ഞാൻ എൻജോയ് ചെയ്തു. കുട്ടി നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇവിടുന്ന് എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി കുട്ടിക്ക് തന്നു. നന്നായി പാടി, നന്നായിട്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് പാടിയത്. വോയിസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. എനിക്കും ഷൈനാണ് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടത്, അല്ലേ ഷൈൻ? ഷൈൻ ചേട്ടാ ഷൈൻ ചേട്ടാ ഇഷ്ടപ്പെട്ടോ? ആ, അത് മതി. ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ. വിനയായാലും നമുക്ക് പാട്ട് പാടുന്ന സമയത്ത് മാത്രം തുറന്നാ മതിയില്ലേ തൊണ്ട? അതിന് പിന്നെ തുറക്കേണ്ട ഒരു കാര്യമില്ല. പാട്ട് പാടുമ്പോ തുറന്നില്ലേ? അതെ അത് മതിയല്ലോ. അത് മതി.